നമ്മൾ ചെയ്യാത്തതോടൊന്നുമില്ല. ഒരു 40 വർഷത്തെ കരിയറിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ അടുത്ത ലൊക്കേഷനിലേക്ക് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക പറയുന്നതിന് മമ്മൂക്ക സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രാധാന്യമൊക്കെ നമുക്കറിയാം. മമ്മൂക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ ഈ പറയുന്ന ഇമ്പാക്ട് ചിലപ്പോൾ വരില്ല. മമ്മൂക്ക എന്ന് പറയുന്ന ആളെടുക്കുന്ന ഡിസിഷൻ അതിനാണ് എന്താ പറയുക സല്യൂട്ട് കൊടുക്കേണ്ടത്. മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് സാങ്കേതികമായി എല്ലാം അറിയാമല്ലോ, സിനിമ അറിയാമല്ലോ. പുള്ളിക്കത്തൊരു ബിസിനസ് അല്ല ബേസിക്കലി. മമ്മൂക്ക മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടല്ലോ, ഫാൻസുള്ള പിള്ളേർ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് മെഗാസ്റ്റാർ ടൈറ്റിൽ വേണം, മെഗാസ്റ്റാർ ടൈറ്റിൽ വേണം. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞില്ല. അത് കാരണമാണ് ആ ഷോട്ട് തിരിച്ചു വെച്ചത്. നമുക്ക് കാണാത്ത രീതിയിലാണ് വെച്ച്. ഇങ്ങനെ നോക്കിയേ മമ്മൂക്കയുടെ ഇൻട്രോ ആ സമയത്തെ കത്തിച്ചുള്ളൂ. അതുവരെ അത് ഓഫ് ചെയ്ത് വെച്ചു. എടുത്തു കഴിഞ്ഞിട്ടാ പുള്ളി കണ്ടേ, എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ മമ്മൂക്ക പറയുന്നതിന് മമ്മൂക്ക സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രാധാന്യമൊക്കെ നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ ഇതേ സിനിമ ഞാൻ വേറെ അറിയപ്പെടാത്ത ഒരു ആക്ടറിലേക്ക് പോകുമ്പോൾ ഈ സിനിമയുടെ റീച്ച് ഭയങ്കര കുറേ. ഇപ്പോൾ ജ്യോതിക, മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടൊരു ഹൈറ്റ്സിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ സിനിമയ്ക്ക് ആവശ്യവുമാണ്. ഞാൻ മമ്മൂക്കയോട് പറഞ്ഞിരുന്നു, നമുക്ക് ഇത് കഥ കേട്ടിട്ട് ഒരു സംശയമില്ലാതെ ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ. ഇപ്പോൾ എന്നതാ ഒരുപാട് സംസാരിക്കാനുള്ളത്. കോവിഡ് വന്ന് ഒരു വർഷത്തോളം, ഏകദേശം 275 ദിവസത്തോളം എന്തോ അദ്ദേഹം വീട്ടിൽ ഷൂട്ടിംഗ് ഇല്ലാതെ ഇരുന്നിട്ട് അതിന് ശേഷം വന്ന് അഭിനയിക്കുന്ന സിനിമയായിരുന്നു വീഷ്മോറോ. അപ്പോൾ അത്രയും നാളും ക്യാമറയുടെ മുമ്പിൽ നിൽക്കാത്തതിൻ്റെ ആ ഒരു ആവേശവും അഭിനയത്തോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അഭിനയത്തോടുള്ള ആർത്തി, ഇതെല്ലാം നമ്മുടെ സെറ്റിൽ കൃത്യമായിട്ട് കാണാൻ പറ്റിയിരുന്നു. കുറക്കേണ്ടവരുടെ എണ്ണം കൂടും. മമ്മൂക്കയാണ് കഥകളെല്ലാം നേരിട്ട് കേൾക്കുന്നത്. അപ്പം അവിടെ സെറ്റിൽ പോവുക. അപ്പം നമുക്ക് ഞാൻ ഒരുപാട് സിനോപ്സുകൾ, ഇങ്ങനെ 5-6 പേജിൽ ഉള്ള സിനോപ്സിസുകൾ മൊബൈലിൽ ഇങ്ങനെ ടാബിലൊക്കെ ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ സിനോപ്സിസ് മമ്മൂക്കൻ്റെ അടുത്തേക്ക് എത്തിക്കാന്നുള്ളത്. സിനോപ്സ് അടിപൊളിയാണെങ്കിൽ അദ്ദേഹം പറയും. എത്രയോ കഥകൾ അദ്ദേഹം കേൾക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചധികം സിനിമകൾ എടുത്ത് നോക്കിയാൽ പലതരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ ചെയ്തു. വിജയപരാജയങ്ങൾ മാനദണ്ഡമാക്കിയല്ല ആളുകളോട് സഹകരിക്കുന്നതും ഡേറ്റുകൾ കൊടുക്കുന്നതും. കഥ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളിലേക്ക് ആക്സിഡന്റലി എത്തിയതാണ്. മമ്മൂക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ ഈ പറയുന്ന ഇമ്പാക്ട് ചിലപ്പോൾ വരില്ല. അദ്ദേഹം എടുത്ത തീരുമാനത്തിലാണ് നമ്മളത് ചെയ്യിപ്പിച്ചെടുത്തതോ അങ്ങനെയൊന്നുമല്ല. അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളെടുക്കുന്ന ഡിസിഷൻ അത് എന്താ പറയുക, അതിനാണ് എന്താ പറയുക സല്യൂട്ട് കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിരുന്നു, അത് മമ്മൂക്കനെ കൊണ്ട് ചെയ്യിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ വൈൽഡായിട്ടുള്ള ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ജീവചേട്ടൻ്റെ കൺവിഷനായിരുന്നു നമുക്ക് ചെയ്യുമെന്നുള്ളത്. അത് കൊടുത്തു, അദ്ദേഹം ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഡോർ ഓപ്പൺ ആക്കി എന്നുള്ളതാണ്. അത് ഈവൻ പുതിയ ആക്ടേഴ്സിനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും അങ്ങനെ താരം എന്നത് മാറ്റിയിട്ട് ഒരു അഭിനേതാവ് എന്നുള്ള ലെവലിലുള്ളൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് പുള്ളി കൊടുത്തേക്കുന്നത്. പുള്ളിക്കതൊരു ബിസിനസ് അല്ല ബേസിക്കലി. ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി മമ്മൂട്ടി കമ്പനിയൊക്കെ തുടങ്ങി ചെയ്യുക, വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക, പുള്ളി ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുക, നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് ചെയ്തേക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 40 വർഷത്തെ കരിയറിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ അടുത്ത ലൊക്കേഷനിലേക്ക് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് സാങ്കേതികമായി എല്ലാം അറിയാമല്ലോ, സിനിമ അറിയാമല്ലോ. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ എനിക്ക് നാളെ റിഗ് ചെയ്യാനൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞാൽ ആ റിഗ് ചെയ്യുന്ന എന്തിനാണെന്നും അത് ഏത് ഷോട്ട് എടുക്കാനാണെന്നും അത് എന്താണ് അതിൻ്റെ ഗുണമെന്നും അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നല്ല. സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം. കിട്ടുന്നതൊക്കെ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമ. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും. വഴിയിൽ കിട്ടുപോയി